അത് ഒന്ന് ബോധവൽക്കരണത്തിലൂടെയാണ്. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ആക്ഷൻസ് നടക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുമല്ലോ. ഇപ്പൊ കഞ്ചാവ് കുക്കറിൽ വെച്ച് കഞ്ചാവ് തിളപ്പിക്കുക, മണം കണ്ടിട്ട് പോലീസ് പോയി പിടിക്കുക. അപ്പൊ ഇതൊക്കെ പക്ഷെ നമ്മളെക്കാൾ വളരെ ബുദ്ധിമാന്മാരാണ് ഇതൊക്കെ ചെയ്യുന്ന ഈ നർക്കോട്ടിക്കിന്റെ ആളുകളെന്ന് കരുതിക്കോണം. ഇപ്പൊ കിട്ടിയൊരു ഇൻഫർമേഷൻ, അടുത്ത ഒരാഴ്ച 2 ആഴ്ച ഇനി നമ്മൾ സെല്ല് ചെയ്യണ്ട, കാരണം ഇത് പിടിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് എന്ത് ചെയ്യണം, പത്തി മടക്കിയിരിക്കണം. ഇതൊക്കെ അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ദേ ആർ ഓൾസോ വെരി ഇന്റലിജന്റ് പീപ്പിൾ. അപ്പം അത് ഇന്റലിജന്റായി അവരെ എങ്ങനെ നേരിടാമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച ഉണ്ടായത്. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. നല്ല നിലയിലുള്ള ഒരു ഭാവി ഈ ഓപ്പറേഷൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിന് ഒരു ജോയിന്റ് ഓപ്പറേഷനും ജോയിന്റ് എഫർട്ടിനുമുള്ള വഴി തെളിക്കും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്. അത് DGP സംസാരിക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്. പ്രധാനമായി ഇതിന്റെ സോഴ്സുകൾ വരുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സും പിന്നെ തൊട്ടടുത്ത സ്റ്റേറ്റുകളുണ്ട്. അതുമായിട്ടൊക്കെ DGP സംസാരിച്ച് ഞങ്ങൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ഒരു മീറ്റിംഗിന് കൂടുന്നതിനെ പറ്റി ആലോചിക്കുക. തൃശ്ശൂരിൽ നടന്ന ഒരു യോഗത്തിൽ മുത്തുമോൻ എന്ന് പറഞ്ഞിട്ട് ലഹരി മാഫിയ വന്ന ഒരാൾ പങ്കെടുത്തതായിട്ടുള്ള ആരോപണം. എന്റെ യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഏതെങ്കിലും ഒരാൾ വന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ പങ്കെടുത്ത യോഗത്തിൽ 1000-1500 കുട്ടികൾ സെന്റ് തോമസ് കോളേജിലായിരുന്നു. 2000 കുട്ടികൾ 3000 കുട്ടികളുണ്ട്. അത് ഇത് ആരെങ്കിലും വന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും എന്റെ കൂടെ സ്റ്റേജിലോ പരിപാടിയിലോ ഇല്ലായിരുന്നു. പിന്നെ എന്റെ സ്റ്റാഫില് ആരുമില്ല. എന്റെ സ്റ്റാഫിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല. അത് കുറെ ദിവസമായി ഈ തൂഫാനെ പരാജയപ്പെടുത്താൻ ചില ആളുകൾ ഇങ്ങനെ ഇളക്കി വിടുന്നതാണ്. അത് തൂഫാനുമായി ബന്ധപ്പെട്ടത് ഇഷ്ടപ്പെടാത്തവരാരും ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യരുത്. കാരണം ഇത് എനിക്ക് വേണ്ടി അല്ലല്ലോ, ഇത് നമുക്ക് പോലീസിന് വേണ്ടി അല്ലല്ലോ, ഈ നാടിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമല്ലേ. അതിനകത്ത് രാഷ്ട്രീയം കാണാതെ എല്ലാവരും സഹകരിക്കും. എന്റെ സ്റ്റാഫിൽ അത്തരം അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ 17 പേരെ എന്റെ സ്റ്റാഫിലുണ്ട്. ഇപ്പൊ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിലാരുമില്ല. ഇനിയും 25 പേരെ വരെ വെക്കാം, അതിനകത്തും ആളുണ്ടാവില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും അനാവശ്യമായ വാർത്തകൾ ദയവായി പ്രചരിപ്പിക്കും. സത്യം എന്താണെന്നൊന്ന് എന്നോട് വിളിച്ചു ചോദിക്കണം. നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി ഇന്നലെ പറയുന്നത് കേട്ടു. അവർക്ക് എന്നോടൊന്ന് ചോദിക്കാമല്ലോ, ഉണ്ടോ, ഇനി ആളിനെ വെച്ചോ, ഇനി ആളിനെ വെച്ചില്ല എന്ന് എന്നോട് ചോദിക്കാമല്ലോ. നഹാസ് എന്ന് പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നോട് സ്റ്റാഫിൽ വരണമെന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ എടുത്തിട്ടുമില്ല. ഇത് എവിടുന്നോ ആരോ വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അദ്ദേഹം എന്നോട് വേണമെന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ നേതാവാണ്, FP സെക്രട്ടറിയാണ്. അയാളുടെ ബ്രദറാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഒരാളിനെ ഞാൻ സ്റ്റാഫിൽ എടുത്തിട്ടില്ല, എന്നോട് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇതാരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും എഴുതുന്നത് കേട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ദയവായി പത്രസമ്മേളനം നടത്തരുത്. ഇത് ഈ തൂഫാനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താനാണ് നീക്കമെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാരണവശാലും തൂഫാൻ ദുർബലപ്പെടുന്ന പ്രശ്നമില്ല. ദിസ് ഈസ് എ വെഞ്ചർ ഫോർ ദ ഫ്യൂച്ചർ. നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. ഞാൻ ഒന്നുമല്ലാതിരുന്ന, എനിക്കൊരു സ്ഥാനമില്ലായിരുന്ന കാലത്ത് ഞാൻ 14 ജില്ലയിലും ഞാൻ ഈ പരിപാടി നടത്തിയ ആളാണ്. വാക്കത്തോൺ അന്നത്തെ മുഖ്യമന്ത്രി എന്നെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചതാണ്. അന്നത്തെ മന്ത്രിമാരെല്ലാം അഭിനന്ദിച്ചതാണ്. വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ്. അപ്പൊ അത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കേരള ഗവൺമെന്റ് തന്നെ ഇപ്പോൾ നടത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി.